അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രീ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ആയേക്കുന്നത് ഓൾമോസ്റ്റ് എത്രയാണ് 16,933. അതിനകത്ത് എത്ര പോയിൻ്റാണ് മുകളിലോട്ട്, അതായത് 90 പോയിൻ്റ് മുകളിലും ബാങ്ക് നിഫ്റ്റി 81 പോയിൻ്റ് മുകളിലും. പക്ഷേ ലിറ്റിൽ ബിറ്റ് ഇപ്പോഴും നിഫ്റ്റി ഇപ്പം ചെറിയ ഒരു അപ്പ് മൂവ്മെൻറ്റ് മുകളിലോട്ട് വരുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഇന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഒരു അപ്പ് മൂവ്മെൻറ്റ് മുകളിലോട്ട് വരാം. പക്ഷേ ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് ക്യാൻഡിൽ ഹൈലി സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു സഡൻ റെഡ് ക്യാൻഡിലോ അല്ലെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ട്രെൻഡോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പതുക്കെയാണ് മുകളിലോട്ട് കയറുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഉടനെ തന്നെ നമുക്കൊരു റെഡ് ക്യാൻഡിൽ തരാൻ സാധ്യതയുണ്ട്. സോ അപ്പോൾ ആ ഒരു ഓപ്പണിംഗ് പ്രിൻറ്റിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്കാൽപ്പ് ചെയ്ത് ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സെറ്റപ്പ് നിൽക്കുന്നത്. സോ ഇന്നലത്തെ ടേണിംഗ് പോയിൻ്റ് വരെ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി വേണമെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ ചെറിയൊരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് തന്നാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഹ്യൂജ് ബൈയിങ് പ്രഷർ വന്നില്ലെങ്കിൽ ഉടനെ തന്നെ നമുക്ക് അവിടുന്ന് ഒരു സെല്ലിങ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ബാങ്ക് നിഫ്റ്റി. സോ അതിനുവേണ്ടി നിങ്ങൾക്കിപ്പോൾ കാണാം, ഞാൻ മൊബൈലിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ അതിനുവേണ്ടി ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ 37,200 പുട്ട് ഓപ്ഷൻ ഞാനൊന്ന് ഈ വീക്കിൽ ഞാൻ എടുത്തു വെച്ചേക്കുകയാണ്. അപ്പോൾ ഞാൻ കറൻ്റ് ഫസ്റ്റ് എൻ്റെ കണ്ണിൽ അത് മാത്രമേ ഇപ്പോൾ തോന്നുന്നുള്ളൂ. വേറെ ഒരു രീതിയിലുള്ള എൻട്രി ഞാൻ ഇപ്പോൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല. അപ്പോൾ 37,200ൻ്റെ ബൈ ഞാൻ എടുത്തു വയ്ക്കുന്നു. അതിനകത്തൊരു എപ്പോഴത്തെയും പോലെ നമുക്കൊരു 4 ലോട്ടാക്കാം, ഒരു 100 ക്വാണ്ടിറ്റി വല്ലതും ആക്കാം, ഒരു 100 ക്വാണ്ടിറ്റി ആക്കാം. ഞാനിവിടെ മാർക്കറ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്യാനായിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ നിഫ്റ്റിയുടെ ക്യാൻഡിൽ എങ്ങനെയാണ്, ബാങ്ക് നിഫ്റ്റിയുടെ ക്യാൻഡിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞ കണക്കാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് കൂടാതെ വിക്സിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. സിംഗപ്പൂർ ഒരു റേഞ്ച് ബൗണ്ടാണ്, നമ്മുടെ മാർക്കറ്റും ഇന്നൊരു റേഞ്ച് ബൗണ്ട് ആവാനാണ് സാധ്യത. അപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യ വിക്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ത്യ വിക്സ് ഇന്നലെ ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഇന്ത്യ വിക്സ് താഴോട്ട് ഇറങ്ങാനാണ് സാധ്യത. കാര്യം ഫിയർ ഇപ്പോൾ ഡൗൺ സൈഡിലോട്ടായിട്ടുണ്ട്. എന്നാലും നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പം നോക്കാം. ഓപ്ഷൻ സെല്ലിംഗ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഇന്ന്. എന്നാലും ഇനിഷ്യലി ഉള്ള ആ ഒരു വോളറ്റൈലിറ്റിയും നമ്മുടെ ആ ഒരു ഗാമ എഫക്റ്റും എല്ലാം കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് പയറ്റി നോക്കാം. ഓക്കെ, സോ അതിനുവേണ്ടി ഇനി 9-15 ആവട്ടെ. ഇപ്പം ഞാൻ എൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു റെഡ് ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ എനിക്ക് കിട്ടിയാലും ഞാനൊരു റെഡ് ക്യാൻഡിൽ ഉടനെ പ്രതീക്ഷിക്കുന്നു. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ടാർഗറ്റ് എന്ന് പറയുന്നത് ഇനിഷ്യലി എപ്പോഴും ഞാൻ സ്കാൽപ്പിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വരെ വെയിറ്റ് ചെയ്യും. ഓക്കെ, സോ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനിഷ്യലി ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇതുവരെ വന്നിട്ടില്ല. പതുക്കെയാണോ ബാങ്ക് നിഫ്റ്റിയിൽ ഗ്രീൻ ക്യാൻഡിൽ കയറുന്നതെന്ന് നോക്കാം. നിഫ്റ്റിയിൽ ഇതാണ്ട് റെഡ് ക്യാൻഡിലാണ് ഫോം ആയേക്കുന്നത്. അപ്പോൾ ഒരു ബൈയിങ് പ്രഷർ മുകളിലോട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ മുകളിലോട്ടൊന്ന് ചെറിയൊരു ബൈയിങ് പ്രഷർ കിട്ടിയാൽ മാത്രമേ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ അവിടെ നിന്നൊരു പുട്ട് ഓപ്ഷൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ഒരു സഡൻ ബൈയിങ് പ്രഷർ ആണെങ്കിൽ ഞാൻ വാങ്ങിക്കില്ല. അപ്പോൾ പതുക്കെയാണ് കയറുന്നത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് കാണാം, ഇപ്പം 527 പ്രീമിയം നിൽക്കുന്നത്. ചെറുതായിട്ടും കൂടി ഒരു ബൈയിങ് പ്രഷർ മുകളിലോട്ട് കിട്ടിയാൽ അവിടുന്ന് ഞാനൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ബാങ്ക് നിഫ്റ്റിയുടെ. പക്ഷേ നിഫ്റ്റി ഇപ്പോഴും വലിയ ഭീകര സപ്പോർട്ടൊന്നും കൊടുക്കുന്നില്ല. എന്നാലും നോക്കാം. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണാം.
ക്യാൻഡിലാണ് ഫോം ആയേക്കുന്നത്. ലാസ്റ്റ് 6 സെക്കൻഡ്സ് ആണ്. ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ഇപ്പോഴും ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. സോ നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആസ് ഐ സെഡ്, ബാങ്ക് നിഫ്റ്റി അവിടെ പോയി ഇടിച്ചു. ഒരു ബൈ ക്യാൻഡിൽ വന്നതിന് ശേഷം ഒരു സെല്ലിംഗ് പ്രഷർ വരുമെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ അത് താഴോട്ട് ഇറങ്ങിയില്ല. ഒരു റെഡ് ക്യാൻഡിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഒരു സഡൻ റെഡ് ക്യാൻഡിലാണ് പ്രതീക്ഷിക്കുന്നത്. ആ ക്യാൻഡിലാണ് എനിക്ക് വേണ്ടുന്നത്. സോ ഓൾമോസ്റ്റ് 3000 റുപ്പീസായി പ്രോഫിറ്റ് നിങ്ങൾക്കിപ്പോൾ കാണാം. സഡൻ ഒരു ക്യാൻഡിലൂടെ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവും. പക്ഷേ നിഫ്റ്റിക്ക് ഇപ്പോഴും ബുള്ളിഷ് ബയാസ് ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, ബാങ്ക് നിഫ്റ്റി ഞാൻ വിചാരിച്ചതുപോലെ താഴോട്ടൊന്ന് എനിക്കൊരു ഇറക്കം ഇറങ്ങി തരും എന്ന് ഞാൻ സ്റ്റിൽ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ നിങ്ങൾക്ക് കാണാം. എക്സാക്ട്ലി ഞാൻ പറഞ്ഞതുപോലെ അവിടെ പോയി തട്ടിയപ്പോഴാണ് നമ്മൾ ട്രേഡ് എടുത്തത്. നമ്മുടെ പ്രോഫിറ്റ് ഏതാണ്ട് 4200 ആൻഡ് സംതിങ് ആയിട്ടുണ്ട്, 4700 ആയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. ഓക്കെ 3640 ആണ് നമ്മൾ ഫസ്റ്റ്. ഇത് വേണമെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ നിഫ്റ്റി ഇങ്ങനെ ഫസ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നുകൊണ്ടാണ് സത്യത്തിൽ ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ ഫസ്റ്റ് ആ ഒരു ഓപ്പണിംഗ് പ്രിൻറ്റിൽ ഇപ്പം നിഫ്റ്റി ബുള്ളിഷ് ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ഒന്ന് കയറിയിട്ട് ഇറങ്ങാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അത് നമ്മളൊരു അനാലിസിസ് ആണ്. അപ്പോൾ അത് എക്സാക്ട്ലി അതുപോലെ തന്നെ നടന്നു. ഇപ്പോൾ വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രോഫിറ്റ് ആയേനെ. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ഓപ്പണിംഗ് പ്രിൻറ്റിൽ ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ഞാൻ ഉദ്ദേശിക്കുന്ന കണക്കൊരു ക്യാൻഡിൽ വന്നാൽ ഞാനത് ക്വിക്ക്ലി അതങ്ങ് സ്കാൽപ്പ് ചെയ്യാനേ ഉദ്ദേശിക്കത്തുള്ളൂ. സോ ഇത് നമ്മുടെ നെറ്റ് വീണ്ടും കട്ടായെന്ന് തോന്നുന്നു. ഞാൻ മൊബൈലിൽ നിന്ന് ഹോട്ട്സ്പോട്ടാണ് ഇവിടെ എടുത്തേക്കുന്നത്, അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. സോറി. ഓക്കെ അപ്പോൾ കാര്യം നിഫ്റ്റിയിൽ ഇപ്പോൾ ഒരു ബുള്ളിഷ് ബയാസ് ഇങ്ങനെ കാണിച്ച് നിൽക്കുകയാണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ വന്നു. അപ്പോൾ നിഫ്റ്റിയിൽ ചെറിയൊരു ബൈയിങ് പ്രഷറുണ്ട്. ഇനി അടുത്ത പോയിന്റ് നിങ്ങൾക്ക് ഞാൻ വേണേൽ ഇപ്പോഴേ പറഞ്ഞുതരാം. ഇനി ഈ ഗ്യാപ്പ് മേ ബി റെസ്പെക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ഗ്യാപ്പ് നിഫ്റ്റിയിൽ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ എന്തായാലും ഇന്നലത്തെ ഹൈ ആണ് ദാണ്ടേ കാണുന്ന ഈ ഒരു ചെറിയ ബ്ലാക്ക് ലൈൻ കണ്ടോ, ഇന്നലത്തെ ഹൈ ആണത്. കൂടാതെ തന്നെ അവിടെ ഒരു റിവേഴ്സൽ ഏരിയ ഉണ്ട്. സോ ഇവിടുന്ന് ഇനി അടുത്തൊരു റിവേഴ്സൽ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. സോ ഇതാണ് ഞാൻ എക്സിറ്റ് ആവാനുള്ള കാര്യം നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ബയാസ് നമ്മൾ കാണുന്നുണ്ട്. ഇവൻ ദോ നമുക്ക് ഫസ്റ്റ് ഒരു ഒരു 7 മിനിറ്റ്സ് എടുത്തു. അതിനിടയിൽ ഒരു 3640 റുപ്പീസ് നമുക്ക് സ്കാൽപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ കണ്ടതാണ്, ഇന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. വെറും 4 ലോട്ടേ ഇന്ന് എടുത്തിട്ടുള്ളൂ. അപ്പം അതെടുത്ത പ്രൈസ് നിങ്ങൾ കണ്ടാണ്. ഓൾമോസ്റ്റ് ഒരു 40,000 റുപ്പീസ് ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ക്യാപിറ്റൽ വന്നിട്ടുള്ളത്. അതിനകത്ത് 3640 റുപ്പീസ്, ഓൾമോസ്റ്റ് 8% ഫസ്റ്റ് ഒരു 7 മിനിറ്റിനുള്ളിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓപ്പണിംഗ് പ്രിൻറ്റിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനൊരു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ക്യാൻഡിൽ മുകളിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം അത് ഇന്നണക്ക് ഒരു ടേണിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു റെഡ് ക്യാൻഡിൽ ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. നിഫ്റ്റിയിൽ പച്ചയാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അത് ക്വിക്ക്ലി നമ്മൾ സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ആസ് ഐ സെഡ്, ഞാൻ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ സൈഡിൽ നമ്മുടെ പ്രോഫിറ്റും കാണാം. സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പണിംഗ് പ്രിൻറ്റിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇന്ന് ഈ ലൈവ് ട്രേഡിങ്ങിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ ഓഫ് യു.